കഴിഞ്ഞ ദിവസം പുലർച്ചെ 6 മണി മുതൽ വൈകുന്നേരം വരെ സ്വിഗ്ഗി ഓടിയപ്പോൾ കണ്ട കാഴ്ചകളും അനുഭവങ്ങളുമാണ് ഈ വീഡിയോയിൽ. സ്വിഗ്ഗിയുടെ ബാഗൊക്കെ ഇന്നലെ തന്നെ കെട്ടിവെച്ചതുകൊണ്ട് ഇന്ന് രാവിലെ അത് കെട്ടേണ്ടി വന്നില്ല. അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് ഇറങ്ങുന്ന നേരം ഏറ്റവും മെനകെട്ട പണിയാണ് ബാഗ് ബൈക്കിൽ കെട്ടുക എന്നുള്ളത്. സമയം 5:30 ആയപ്പോഴത്തേക്കും ആകാശത്ത് കുറച്ച് വെളിച്ചം കണ്ടു തുടങ്ങി. രാവിലെ വെറും വയറ്റിൽ ഇറങ്ങുന്നത് കൊണ്ട് ഒരു മധുരമില്ലാത്ത കട്ടൻ ചായ മാത്രമാണ് കുടിച്ചിട്ടുള്ളത്. രാവിലെയും ഉച്ചയ്ക്കും കഴിക്കാനുള്ള ഫുഡ് നമ്മൾ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. 2 നേരത്തെയും ഫുഡ് 2 പാത്രങ്ങളിലായിട്ടാണ് കൊണ്ടുപോകുന്നത്. ആ 2 പാത്രങ്ങളും വെക്കുന്നത് ഞാൻ സ്വിഗ്ഗിയുടെ ബാഗിൽ തന്നെയാണ്. അങ്ങനെ കഴിക്കാനുള്ള ഭക്ഷണവും വെള്ളവും എല്ലാം സ്വിഗ്ഗിയുടെ ബാഗിലേക്ക് വെച്ച് അടിച്ചു പൂട്ടി. എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തപ്പോഴത്തേക്കും സമയം 5:45 ഇപ്പോൾ ഡ്യൂട്ടിക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 6:15 ആകുമ്പോഴത്തേക്കും നമുക്ക് സോണിലെത്താം. എന്നത്തെയും പോലെ ഒരു 800 രൂപ പ്രോഫിറ്റ് അടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എന്റെ ടാർഗറ്റ്. പിന്നെ മഴയൊക്കെ അല്ലേ, അതിൻ്റെതായിട്ടുള്ള ബോണസുകളും കൂട്ടി ഒരു 1000 രൂപ കിട്ടുമായിരിക്കും. നമ്മളിപ്പോ കുറച്ചു കാലമായി സ്വിഗ്ഗി ഇറങ്ങിയിട്ട്, അപ്പൊ ഓർഡറിന്റെ സ്ഥിതി എന്താണെന്നൊന്നും അറിയില്ല. വീട്ടിൽ നിന്നും 12 കിലോമീറ്റർ മാറിയാണ് സ്വിഗ്ഗിയുടെ സോൺ ഇരിക്കുന്നത്. നന്ന രാവിലെ തന്നെ സ്വിഗ്ഗിയുടെ സോണിലേക്ക് പോകുമ്പോൾ കണ്ട കാഴ്ചയാണിത്. എരഞ്ഞിപ്പാലം സിഗ്നൽ ജംഗ്ഷനിൽ ഒരു മാരുതി വാഗനർ കാർ സിഗ്നൽ പോസ്റ്റിൽ ഇടിച്ചു കയറിയിരിക്കുന്നു. സംഭവം നടന്നിട്ട് അധികം നേരമൊന്നും ആയിട്ടില്ല. അത്യാവശ്യം വലിയ രീതിക്ക് തന്നെ കാർ ഇടിച്ചിട്ടുണ്ട്. ഈ ഇടിച്ച വണ്ടി കണ്ടപ്പോൾ വിചാരിച്ചത് ഡ്രൈവർക്കൊക്കെ അത്യാവശ്യം പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ്. പക്ഷെ ആർക്കും വലിയ അപായങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ആ ഡിവൈഡറിൽ മുണ്ടുകൊടുത്ത് ഇരിക്കുന്നതാണ് അതിന്റെ ഡ്രൈവർ. സംഭവം രാവിലെ തന്നെ ആയതുകൊണ്ട് അധികം നാട്ടുകാരും ഒന്നും വന്നിട്ടില്ല. എന്തായാലും പോലീസുകാരൊക്കെ വന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സമയം എങ്ങനെ 6:12 ആകുമ്പോഴത്തേക്കും നമ്മൾ സോണിലെത്തിയിരുന്നു. എത്തിയ ഉടനെ സ്വിഗ്ഗിയുടെ ആപ്പ് ഓപ്പൺ ചെയ്ത് ഡ്യൂട്ടി ഓൺ ചെയ്തു. രാവിലെ 6 മണി മുതൽ 9 മണി വരെ 9 രൂപ മുതൽ 25 രൂപ വരെ സർജ് ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. എത്ര രൂപ സർജ് ഉണ്ടെങ്കിലും ഓർഡർ ഉണ്ടെങ്കിലല്ലേ കാര്യമുള്ളൂ. ഡ്യൂട്ടി ഓൺ ചെയ്ത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യത്തെ ഓർഡർ കിട്ടി. ഇൻസ്റ്റാമാർട്ടിൽ നിന്നാണ് ആദ്യത്തെ ഓർഡർ കിട്ടിയത്. രാവിലെ തന്നെ ആയതുകൊണ്ട് ഇൻസ്റ്റാമാർട്ടിൽ നിന്നും ആളുകളെ ഇല്ല. അല്ലെങ്കിൽ ഒരുവിധം സ്വിഗ്ഗി ഡെലിവറി ബോയ്സ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാവാറുണ്ട്. ആകെയുള്ളത് 1-2 പേർ മാത്രമായിരുന്നു. പിന്നീട് ഇൻസ്റ്റാമാർട്ടിൽ നിന്നും ഓർഡർ എടുത്ത് നേരെ കസ്റ്റമർ അടുത്തേക്ക്. പാക്കറ്റ് ബിസ്ക്കറ്റുകളും ബ്രഷും പേസ്റ്റും എല്ലാമാണ് ഈ ഓർഡർ ചെയ്തിരിക്കുന്നത്. ആകെ വെറും 2 കിലോമീറ്റർ മാത്രമാണ് കസ്റ്റമർ അടുത്തേക്കുള്ള ദൂരം. സോണിന്റെ പുറത്തേക്കായതുകൊണ്ട് ഓർഡർ കൊടുത്തതിനു ശേഷം തിരിച്ച് സോണിലേക്ക് തന്നെ തിരിച്ചു വരണം. സമയം അങ്ങനെ 7 മണിയാവാറായി. ആദ്യത്തെ ഓർഡർ 6:30 ആകുമ്പോഴത്തേക്കും കൊടുത്തു തീർത്തതാണ്. പിന്നീട് ഇതുവരെ ഒരു ഓർഡർ പോലും അടിഞ്ഞിട്ടില്ല. പിന്നീട് വെറുതെ ഇരിക്കല്ലേ, എന്തായാലും കുറച്ച് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. ഒരു 10-15 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടും ഒരു രക്ഷയുമില്ല. പിന്നീട് നടന്നു മതിയായപ്പോൾ കുറച്ചു നേരം അങ്ങ് നിന്ന് കാത്തിരിക്കാമെന്ന് വിചാരിച്ചു. രാവിലത്തെ സിറ്റി ശരിക്കും മനോഹരമാണ്. എപ്പോഴും തിരക്കുള്ള സിറ്റികൾ മാത്രമല്ലേ നമ്മൾ കാണാറുള്ളൂ. തിരക്കില്ലാതെ കാണുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗി. ഒരു അരമണിക്കൂർ കാത്തിരുന്നപ്പോൾ 35 രൂപയുടെ ഓർഡർ സൽക്കാര ബൈ പാരഗൺ നിന്ന് കിട്ടി. ഓർഡർ എടുക്കാൻ വേണ്ടി സൽക്കാരയിലേക്ക് പോകുന്ന വഴി ഒരു കിടിലൻ മഴയും പെയ്തു. ആളുകളെല്ലാം കടയുടെ വരാന്തയിലേക്ക് കയറി നിന്ന് കോട്ടും മറ്റും എല്ലാം ഇടുകയാണ്. കൂട്ടത്തിൽ ഞാനും. സൊമാറ്റോയുടെ റെയിൻകോട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കോട്ടക്കെട്ട് സെറ്റാക്കിയപ്പോൾ മഴയുടെ തറവാട്ടിലെത്തി. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ഞാനൊക്കെ എന്ത് കാര്യം പ്രതീക്ഷിച്ച് ചെയ്താലും അതിന്റെ ഓപ്പോസിറ്റ് മാത്രമേ നടക്കൂ. ഇപ്പൊ ഞാൻ ആരായി? കോട്ടിട്ട മണ്ടൻ. സൽക്കാര റെസ്റ്റോറന്റിൽ രാവിലെ തന്നെ ആയതുകൊണ്ട് വലിയ തിരക്കുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഓർഡറുകളെല്ലാം പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു. കാരപ്പറമ്പ് സ്ഥിതി ചെയ്യുന്ന ക്യൂൻസിന്റെ ഗ്രാൻഡേ ഫ്ലാറ്റിലേക്കായിരുന്നു ഈ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ഫ്ലാറ്റിൽ ഡെലിവറി ബോയ്സിനെ ഒന്നും അകത്തേക്ക് കയറ്റിവിടാറില്ല. സ്വിഗ്ഗി സൊമാറ്റോ മാത്രമല്ല, ആമസോൺ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും ഒരു തരത്തിലുള്ള ഡെലിവറി ബോയ്സിനെയും അകത്തേക്ക് കയറ്റിവിടാറില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ കസ്റ്റമറോട് വിളിച്ചു പറയുകയാണ് സാധാരണയായി പതിവ്. ഈ പ്രാവശ്യം കസ്റ്റമറെ വിളിച്ചപ്പോൾ ഫുഡ് ലിഫ്റ്റിൽ വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡ് ലിഫ്റ്റിൽ കയറ്റി ഫ്ലോർ നമ്പർ ക്ലിക്ക് ചെയ്താൽ അവർ മുകളിൽ നിന്നും അത് എടുത്തോളും. അങ്ങനെ ലിഫ്റ്റ് വന്നപ്പോൾ റോക്കറ്റിൽ ആളെ കയറ്റി വിടുന്നത് പോലെ ലിഫ്റ്റിൽ ഫുഡ് കയറ്റി 4-ാം നമ്പർ ഫ്ലോറിലേക്ക് കയറ്റി വിട്ടു. ആദ്യത്തെ ഓർഡർ കഴിഞ്ഞ് 2ാമത്തെ ഓർഡർ പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 61 രൂപയാണ് ഈ ഓർഡറിന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സൽക്കാരയിൽ നിന്ന് തന്നെയാണ് ഇതും എടുക്കാനുള്ളത്. റെസ്റ്റോറന്റിൽ എത്തിയപ്പോൾ 1-2 സ്വിഗ്ഗി ഡെലിവറി ബോയ്സുകൾ ഉണ്ടായിരുന്നു അവിടെ. ഈ ഓർഡർ റെഡി ആവാനായിട്ട് കുറച്ച് സമയം കാത്തിരിക്കേണ്ടി വന്നിരുന്നു. പിന്നെ സൽക്കാരയിൽ നല്ല രീതിയിൽ ഒരു റെസ്റ്റിംഗ് പോയിന്റ് അവിടെ ഉള്ളത് കൊണ്ട് കുറച്ചു നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു മസാല ദോശയും 3 തട്ട് ദോശയും ഒരു കടലക്കറിയുമാണ് കസ്റ്റമർ ഓർഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ കൈ കിട്ടിയ ഓർഡറും എടുത്ത് ഞാൻ നേരെ കസ്റ്റമർ അടുത്തേക്ക്. കോഴിക്കോട് പുതിയങ്ങാടി ഭാഗത്തേക്കാണ് ഓർഡർ കിട്ടിയിരിക്കുന്നത്. 4 കിലോമീറ്റർ മാത്രമാണ് കസ്റ്റമർ അടുത്തേക്കുള്ള ദൂരം. മഴയുടെ ബോണസും സർജ് ബോണസും എല്ലാം കൂടെ ചേർത്താണ് 60 രൂപയുടെ ഓർഡർ കിട്ടിയത്. പോകുന്ന വഴി ബൈക്കിന്റെ ഫ്രണ്ടിലുള്ള ടയറിൽ കുറച്ച് കാറ്റ് കുറവുള്ളതുപോലെ തോന്നി. അങ്ങനെ നേരെ തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിൽ കയറ്റി കാറ്റടിക്കാമെന്ന് വിചാരിച്ചു. ആകാശത്തേക്ക് നോക്കിയപ്പോൾ ഒരു കനത്ത മഴയ്ക്ക് സാധ്യത
സാധ്യതയുണ്ടെന്ന് മനസ്സിലായി. മഴയെ വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് മേലിൽ നിന്ന് ഞാൻ റെയിൻകോട്ട് അഴിച്ചിട്ടില്ല. ഫോണിനും മഴ കൊള്ളാതിരിക്കാൻ ഒരു റെയിൻ പൗച്ചും ഇട്ടുകൊടുത്തു. ഈ ഓർഡറിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പുതിയങ്ങാടി സ്ഥിതി ചെയ്യുന്ന മൈത്ര ഹോസ്പിറ്റലിന്റെ ഭാഗത്തേക്കാണ്. ലൊക്കേഷനിലെത്തി കസ്റ്റമർ എത്ര വിളിച്ചിട്ടും കസ്റ്റമർ ഫോൺ എടുക്കുന്നില്ല. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് ശേഷം പിന്നീട് കസ്റ്റമർ ഫോൺ എടുത്തു. സമയം അങ്ങനെ 8:10 കുറെ കാത്തിരിപ്പുകൾ ഉണ്ടെന്നല്ലാതെ ഓർഡറിന്റെ കാര്യമൊന്നും പറയണ്ട. നിലവിൽ നമ്മളിപ്പോൾ 3 ഓർഡർ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് 147 രൂപയാണ് ഏൺ ചെയ്തിരിക്കുന്നത്. മഴ ഉള്ളത് കൊണ്ട് മാത്രമാണ് 147 രൂപ കാണിക്കുന്നത്. ഓർഡറുകളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നല്ലൊരു ഗ്യാപ്പ് നോക്കി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. രാവിലത്തെ ഫുഡ് നമ്മൾ വീട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ബാഗ് തുറന്ന് ഫുഡ് എടുത്ത് ബാഗിന്റെ മുകളിൽ വെച്ചു. ഈ ബാഗ് ഇങ്ങനെ മടക്കി വെച്ചാൽ ഇതേപോലെ ടേബിൾ ആയും യൂസ് ചെയ്യാം. ചിക്കൻ കറിയും ചപ്പാത്തിയും ദോശയുമാണ് ഇന്നത്തെ ഭക്ഷണം. പെട്ടെന്ന് കഴിച്ചു തീർത്തിട്ട് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് പതുക്കെ അത് അവിടെ ഇരുന്ന് അങ്ങനെ കഴിച്ചു. ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ പ്യൂർ സൗത്തിൽ നിന്നും എനിക്കൊരു ചായ കുടിക്കാൻ തോന്നി. ഇവിടത്തെ ചായക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. 15 രൂപയാണ് ഇവിടത്തെ ചായക്ക്. ആ പൈസക്ക് അതുണ്ട് താനും. ഈ പ്രാവശ്യം പക്ഷെ കുറച്ച് മധുരം കൂടിപ്പോയി. ചായ കുടിക്ക് ശേഷം പാരഗണിൽ നിന്നൊരു ഓർഡർ കിട്ടി. മുൻപൊരു വീഡിയോയിൽ ഇവിടെ സിഗരറ്റ് വലിക്കുന്നതും ഡെലിവറി ബോയ്സിന് യൂണിഫോം നിർബന്ധമാണെന്നും പറഞ്ഞതിന് പലതരം നെഗറ്റീവ് കമന്റുകൾ വന്നിരുന്നു. എന്തിനാണ് ഈ വക കാര്യങ്ങൾക്ക് നെഗറ്റീവ് പറയുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഡെലിവറി ബോയ്സിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് പാരഗൺ റെസ്റ്റോറന്റ് ട്രീറ്റ് ചെയ്യാറുള്ളത്. ഫുഡിന് വേണ്ടി വരുന്നവർക്ക് ഇരിക്കാനും കുടിക്കാൻ വെള്ളവും ബാത്റൂമും വരെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാരഗൺ നിന്നുള്ള ഓർഡർ കൊണ്ടുപോകാനുള്ളത് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തുള്ള ഫാർഗോ ഹോട്ടലിലേക്കാണ്. ഈ ഹോട്ടലിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. 2ാമത്തെ ഫ്ലോറിലാണ് കസ്റ്റമർ ഇരിക്കുന്നത്. അതുകൊണ്ട് ലിഫ്റ്റിൽ കയറി കസ്റ്റമർ അടുത്തേക്ക്. അത്യാവശ്യം ക്ലീൻ ആൻഡ് ഹൈജീനിക്കും നല്ല ഭംഗിയുള്ളതുമാണ് ഫാർഗോ ഹോട്ടൽ. പക്ഷെ പുറമെ നിന്ന് കണ്ടപ്പോൾ ഇങ്ങനെ തോന്നിയില്ല. ഏകദേശം ഒരു 10 മണി ആയപ്പോഴാണ് ടയറിൽ തീരെ കാറ്റില്ല എന്ന് മനസ്സിലായത്. രാവിലെ പമ്പിൽ നിന്നും എയർ ഫില്ല് ചെയ്തിട്ടും ഇങ്ങനെയാണെങ്കിൽ പഞ്ചറായെന്ന അവസ്ഥ. ഇന്ന് ശരിക്കും ഞാൻ ആരെ കണി കണ്ടാണ് ഇറങ്ങിയെന്ന് എനിക്കൊരു പിടുത്തവുമില്ല. മിക്കവാറും കണ്ണാടി നോക്കിയതാവാനാണ് സാധ്യത. ഇനിയിപ്പോ അടുത്ത പണി എവിടെയാണ് ഒരു പഞ്ചർ ഷോപ്പ് ഉള്ളതെന്ന് കണ്ടുപിടിക്കണം. സത്യം പറഞ്ഞാൽ ഇന്ന് ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പെട്ടെന്നാണ് കയ്യിൽ നിന്നൊരു വലിയ എമൗണ്ട് ചാടി ഇറങ്ങി പോയത്. അങ്ങനെ വണ്ടിയും കൊണ്ട് ഞാൻ മുക്കം ടയേഴ്സിലെത്തി. ഈ പഞ്ചർ ഒട്ടിക്കാൻ നിന്നാൽ വണ്ടി വീണ്ടും പഞ്ചറാവും. കാരണം ടയറിന്റെ ഗതി അധോഗതിയാണ്. ഏകദേശം 28,000 കിലോമീറ്റർ ആണ് ഈ ടയർ എനിക്ക് തന്നത്. ഇനിയിട്ട് ഓടിപ്പിക്കുന്നത് മോശമല്ലേ? അതുകൊണ്ട് സെയിം കമ്പനിയുടെ തന്നെ ഒരു ടയർ വാങ്ങിയിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ടയർ മാറ്റുവാനുള്ള പണികൾ ആരംഭിച്ചു. ഇതാണ് നമ്മുടെ പുതിയ ടയർ. സിയറ്റ് എന്ന ബ്രാൻഡിന്റെ ടയറാണ് ഞാൻ യൂസ് ചെയ്യാറ്. അത്യാവശ്യം നല്ല ഗ്രിപ്പും ഒരുപാട് കിലോമീറ്റേഴ്സും ഓടാനാകും. ഈ ടയർ തന്നെ എനിക്ക് 28,000 കിലോമീറ്റർ ആണ് കിട്ടിയത്. മുക്കം ടയേഴ്സിൽ എക്സ്പേർട്ട് ഉള്ള പണിക്കാരുള്ളത് കൊണ്ട് പണി വേഗം തീർത്തു. 1,700 രൂപയാണ് ഈ ടയറിന് എനിക്ക് ആയത്. അതിന്റെ കൂടെ കാറ്റടിക്കുന്ന നോബും ഞാൻ മാറ്റിയിരുന്നു. 100 രൂപ അതിനും ചെലവായി. ടോട്ടൽ ഒരു 1,800 രൂപയാണ് ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോയത്. പെട്ടെന്ന് വന്നതുകൊണ്ട് പ്രതീക്ഷിക്കാത്തൊരടിയായി പോയി. സമയം ഇപ്പോൾ 11 മണിയായി. ഇപ്പോൾ മുതലാണ് എന്റെ ഷിഫ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ ഡ്യൂട്ടി ഓഫ് ആക്കിയിട്ടതായിരുന്നു. പിന്നീട് ഡ്യൂട്ടി ഓൺ ആക്കിയതും 20 രൂപയുടെ ആദ്യത്തെ ഓർഡർ അടിഞ്ഞു. സമുദ്രാത മീൽ ഹൗസിൽ നിന്നാണ് ഈ ഓർഡർ എടുക്കാനുള്ളത്. ബൈക്കിന്റെ ടയറൊക്കെ ഒന്ന് മാറ്റിയപ്പോൾ ഒന്ന് ഭംഗി വെച്ചിട്ടുണ്ടല്ലേ. ഓർഡർ കിട്ടുന്നവരെ കുറച്ച് അതിനെ നോക്കിയിരുന്നു. സമയം അങ്ങനെ 12:45 ആയപ്പോഴാണ് നമ്മുടെ ആദ്യത്തെ ഇൻസെന്റീവ് സ്ലാബ് കംപ്ലീറ്റ് ആക്കുന്നത്. സാധാരണഗതിയിൽ രാവിലെ 6 മണിക്ക് ഡ്യൂട്ടിക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ 9 മണി ആയപ്പോഴത്തേക്കും ആദ്യത്തെ ഇൻസെന്റീവ് സ്ലാബ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ സമയം 12:45 ആയിട്ട് പോലും നമ്മൾ 354 രൂപ മാത്രമാണ് ഏൺ ചെയ്തിരിക്കുന്നത്. 5 മണിക്കൂർ കൊണ്ട് വെറും 350 രൂപ മാത്രമാണ് ഏൺ ചെയ്തിരിക്കുന്നത് പറയുമ്പോൾ ഞാൻ പറയുന്ന അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ? അതും 80 കിലോമീറ്റർ ഓടിയിട്ടാണ് ഈ 350 രൂപ ഏൺ ചെയ്തിരിക്കുന്നതെന്ന് ഓർക്കണം. വണ്ടിയിലെ പെട്രോൾ ഏകദേശം കഴിയാറായപ്പോൾ നേരെ പമ്പിലേക്ക് കയറ്റി. 200 രൂപയ്ക്കാണ് പെട്രോൾ അടിക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 3 മണിയാവാറായി. എനിക്കാണെങ്കിൽ നല്ല രീതിയിൽ വിശക്കുന്നുമുണ്ട്. മഴയൊന്നും ഇല്ലാത്ത തക്കം നോക്കി ഒരു വിജനമായ സ്ഥലത്തേക്ക് ഫുഡ് കഴിക്കാൻ കയറി. രാവിലെ കഴിച്ച പോലെ തന്നെ ബാഗിൽ നിന്നും ഫുഡ് എടുത്ത് നേരെ ബാഗിന്റെ മുകളിലേക്ക് വെച്ചു. ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതും ചപ്പാത്തിയും ചിക്കൻ കറിയും തന്നെയാണ്. അങ്ങനെ ഈ ഫുഡ് കഴിച്ച് തുടങ്ങിയപ്പോഴാണ് കുറച്ച് ആൾക്കാർ എന്നെ തേടി വന്നത്. സംഭവം പറഞ്ഞാൽ എനിക്ക് തന്നെ ആ ഫുഡ് തികഞ്ഞില്ലായിരുന്നു. ഇവരാണെങ്കിൽ 4 പേരും ഉണ്ട്. അപ്പൊ തൽക്കാലം ഞാൻ കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചു. ഞാൻ കഴിച്ചതിന്റെ ചെറിയൊരു എല്ലും കഷ്ണം ഞാൻ അവിടെ ഇട്ടുകൊടുത്തപ്പോ ആദ്യം അവര് പേടിച്ചോടി. പിന്നീട് അത് അവൻ കഴിക്കാൻ വന്നു. എല്ല് കടിച്ചു പൊട്ടിക്കുന്ന ആ സൗണ്ട് എന്റെ ചെവി കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത പീസും കിട്ടുമെന്ന് വിചാരിച്ച് അവൻ കാത്തിരിക്കുകയാണ്. ഞാനാണെങ്കിൽ കഴിച്ചത് മൊത്തം തീരുകയും ചെയ്തു. ഗൈസ്, കുറച്ച് നാളുകളായിട്ട് സ്വിഗ്ഗിക്ക് എന്ത് പറ്റിയെന്നറിയില്ല. ഭയങ്കരമായിട്ട് ഓർഡറൊക്കെ ചവിട്ടിയിട്ടാണ് സ്വിഗ്ഗി തരുന്നത്. ഇനി സ്വിഗ്ഗി അങ്ങനെ തന്നിട്ടാണോ അതല്ലെങ്കിൽ ഓർഡർ ഇല്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല. എന്തായാലും ഏണിങ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഭയങ്കര മോശം അനുഭവമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ 2ാമത്തെ ഇൻസെൻറ്റീവ് സ്ലാബൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ 1 മണിക്കാണ് ആദ്യത്തെ ഇൻസെൻറ്റീവ് സ്ലാബ് പോലും കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇന്നലെ ടോട്ടൽ കിട്ടിയ ഏണിങ്സ് എന്ന് പറയുന്നത്, അതായത് മഴയുടെ ബോണസ് ഇല്ലാതെ ഓർഡർ ഏണിങ്സ് മാത്രമായിട്ട് എനിക്ക് കിട്ടിയത് 370 രൂപയാണ്.
അപ്പോൾ മഴ ഇല്ലെങ്കിൽ അത് മാത്രമേ കിട്ടുള്ളൂ. ഇനി മഴയും കൂടെ ചേർത്ത് 250 രൂപ മഴയും കൂടെ ചേർത്തുണ്ട്. അതുകൂടാതെ 130 രൂപ ഇൻസെൻറ്റീവ് കൂടെ ചേർത്ത് 750 രൂപ കിട്ടി. ഈ 750 രൂപയിൽ 250 രൂപ മഴയാണല്ലോ. അപ്പോൾ ടോട്ടലി ഇന്നലെ കിട്ടിയത് 500 രൂപയാണ്. 80 കിലോമീറ്ററാണ് ഞാൻ ഓടിയിട്ടുള്ളത്. 90 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. 180 രൂപയുടെ പെട്രോൾ എനിക്ക് വേണം. സോ ഈ 500 രൂപയിൽ നിന്നും, അതായത് മഴയുടെ ബോണസ് ഒഴിച്ച് കഴിഞ്ഞാൽ 500 രൂപയാണ് ഉണ്ടാവുക. 500 രൂപയിൽ നിന്നും ഈ 180-200 രൂപയുടെ പെട്രോൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എനിക്ക് കിട്ടുന്നത് 300 രൂപയാണ്. അതിനകത്ത് 50 രൂപ ഫുഡ് എക്സ്പെൻസും കൂടെ കുറച്ചിട്ടുണ്ടെങ്കിൽ 250 രൂപ മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. അപ്പം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. സാധാരണ മഴയത്തൊക്കെ 1000, 1500, 2000 ഒക്കെ ഉണ്ടാക്കിയിരുന്നൊരു ടൈം ഉണ്ടായിരുന്നു. പക്ഷെ വൻ ശോകം എന്ന് പറഞ്ഞാൽ വൻ ശോകം. അപ്പോൾ സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.